നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണം മാറിയതോടെ ജയതിലക് IASന്റെ പത്തിക്കടി കിട്ടിയ അടിയിൽ കിടന്ന് പുളയുകയാണ് ഈ IASകാരൻ. പിണറായി ഭരണകാലത്ത് CM ഓഫീസിന്റെ വളയം പിടിച്ച ഒരു കൂട്ടരുണ്ട്. ഇവരെല്ലാവരും പിണറായി കളിയായിരുന്നു. അതായത് ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും കാര്യത്തിൽ. ജയതിലക് പിന്നെ പിണറായി കളിയായിരുന്നു. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടിയും അവരെ സ്ഥലം മാറ്റിയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തും പിണറായി പവറിൽ പൂണ്ട് വിളയാട്ടം. ഭരണം കഴിഞ്ഞ് പക്ഷേ വിജയൻ ഇറങ്ങിപ്പോയി. ഈ ഉദ്യോഗസ്ഥ ശിങ്കിടികൾ ഇപ്പോൾ വെട്ടി വിയർക്കുകയാണ്. സർക്കാർ ഇവരെ അടുപ്പിക്കുന്നത് പോലുമില്ല. കാരണം ഇവർക്കെല്ലാവർക്കും പിണറായി ശിങ്കിടി എന്ന ലേബലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് കടുത്ത അവമതിപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്തും B അശോക് IASും സർവീസിലേക്ക് തിരിച്ചു കയറിയതിൽ കരണം പൊട്ടുന്ന അടി കിട്ടിയത് ജയതിലകിനാണ്. പോരാത്തതിന് സതീശൻ സർക്കാരിന് ജയതിലക് വെറുക്കപ്പെട്ടവൻ. ചീഫ് സെക്രട്ടറി M ജയതിലകിനെതിരെ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ സർക്കാരിൽ ഉള്ളത്. ഈ മാസം വിരമിക്കുന്ന ജയതിലക് താൻ സർവീസിൽ ഉള്ളപ്പോൾ പ്രശാന്തിനെയും അശോകിന്റെയും സസ്പെൻഷൻ പിൻവലിക്കരുത് എന്ന വാശിയിലായിരുന്നു. എന്നാൽ ഇടത് സർക്കാർ ദ്രോഹിച്ച ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത് ജയതിലകിന് ആദ്യ അടി സതീശൻ കൊടുത്തു. പ്രശാന്തും അശോകും തിരികെ സർവീസിലേക്ക് കയറിയതോടെ ഇരുവരും തനിക്കെതിരെ വാളെടുക്കുമോ എന്നുള്ളതാണ് ജയതിലകിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത്. രക്ഷിക്കാൻ പിണറായി വിജയൻ പോലും കൂട്ടിനില്ല. കാരണം പ്രതിപക്ഷ നേതാവാണല്ലോ പിണറായി. വിരമിക്കാൻ ഇനി ഒരു മാസം കൂടി ജയതിലകിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാസം തന്നെ ധാരാളമാണ് അശോകിനും പ്രശാന്തിനും. ഭരണത്തിന് വേഗത പകരേണ്ട ഉദ്യോഗസ്ഥൻ അതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ അനാവശ്യ കാലതാമസം വരുത്തുന്നു എന്ന വികാരമാണ് ഇപ്പോൾ ജയതിലകിന്റെ കാര്യത്തിൽ സർക്കാരിൽ ശക്തമാകുന്നത്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാർ തങ്ങളുടെ വകുപ്പുകൾ ചലിപ്പിക്കാൻ കെൽപ്പുള്ള ഉദ്യോഗസ്ഥരെ തേടുകയാണ്. അതിനുവേണ്ടി മിടുക്കരായ ഉദ്യോഗസ്ഥരെ തേടുമ്പോഴാണ് B അശോകിനെയും N പ്രശാന്തിനെയും തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി വൈകിപ്പിച്ചത്. ഇരുവരോടുമുള്ള ആ ഒരു കലിപ്പ് കാരണം ഇരുവരുടെയും ഫയല് തൊടാതെ മടക്കി മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു ജയതിലക്. എന്നാൽ സതീശൻ ആ ഫയലുകൾ വിളിപ്പിച്ചതോടെ ജയതിലകിന്റെ കിളി പാറി. പ്രശാന്തിന്റെയും അശോകിന്റെയും ഫയലുകൾ ബോധപൂർവം വൈകിപ്പിച്ചതായും അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ അനുമതിയില്ലാതെ തന്നെ ഫയലുകൾ ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് എഴുതി വെച്ചതായും സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. സമാധാനത്തോടെ റിട്ടയർ ചെയ്യാൻ മുഖ്യമന്ത്രി പ്രത്യേക ഇളവുകൾ നൽകിയപ്പോൾ അതിന് കൂട്ടാക്കാതെ പകപോക്കൽ വഴിയിലാണ് ചീഫ് സെക്രട്ടറി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ഒടുവിൽ സർക്കാർ തന്നെ നടപടിക്ക് ഒരുങ്ങിയേക്കും എന്നുള്ള ഘട്ടവും എത്തി നിൽക്കുന്നു. അതായത് വല്ലാത്ത അഹങ്കാരം ജയതിലകിനുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കാലത്ത് പിണറായിക്കൊപ്പം നടന്ന് ജയതിലക് വല്ലാതെ ഒരു തൻ്റെ എതിരാളികളായി തനിക്ക് തോന്നുന്നവരോട് വെറി പിടിച്ച് പകരം വീട്ടുന്ന ഒരു നിലപാടായിരുന്നു ജയതിലകിനുണ്ടായിരുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, ഇത്രത്തോളം മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനാണ് ഒപ്പം ജോലി ചെയ്യേണ്ടവരെ അവരോട് ഇതുപോലെയുള്ള പ്രതികാര ബുദ്ധി പുറത്തെടുത്തത്. എല്ലാ കാലത്തും പിണറായി വിജയൻ അങ്ങ് കൂട്ടിനുണ്ടാകുമെന്നായിരിക്കും ജയതിലക് കണക്ക് കൂട്ടിയത്. എന്നാൽ 8 നിലയിൽ പൊട്ടി പിണറായി ഇറങ്ങിപ്പോകുമ്പോൾ ബാക്കിയാകുന്നത് പിണറായി ശിങ്കിടികളുടെ ഈ നിലവിളിയാണ്. വലിയ തിരിച്ചടിയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്, അതായത് പിണറായി വിജയന്റെ ശിങ്കിടികളായി നിന്ന ഉദ്യോഗസ്ഥ വൃന്ദം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇപ്പോഴത്തെ സർക്കാർ ഇവരെ വിശ്വാസത്തിൽ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ഒപ്പം നിന്ന് പിണറായിക്ക് വേണ്ടി പണിയെടുത്തവർ പിണറായി ശിങ്കിടികൾ എന്നുള്ള ഒരു ലേബലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് അത്ര പെട്ടെന്നൊന്നും തലയിൽ നിന്ന് പോകാൻ ഒരു സാധ്യതയുമില്ല. ജയതിലകിന്റെ കാര്യത്തിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വിരമിക്കുകയാണെന്നെങ്കിലും പറയാം. ബാക്കി ഒരു കൂട്ടരുണ്ട്, പ്രത്യേകിച്ച് MR അജിത് കുമാറിന്റെ ഒക്കെ കാര്യമാണ് ഈ പറയുന്നത്. അവരൊക്കെ നിന്ന് ചക്രശ്വാസം വലിക്കും. പിണറായി വിജയന്റെ കാലത്ത് ഇവരാരെയൊക്കെയാണോ വേട്ടയാടിയത് അവരെല്ലാം ഇപ്പോൾ സർവീസിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. അവരെല്ലാവരും ഈ പഴയ കൂട്ടത്തിനെ വലിച്ചു കീറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജയതിലകിന് വല്ലാത്ത പകയായിരുന്നു. തനിക്ക് പക തോന്നുന്നവരോടെല്ലാം അത് വീട്ടും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ കടുത്ത കാലതാമസം വരുത്തിയെന്നാരോപിച്ച് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീക്കെതിരെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കടുത്ത നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദുരിതാശ്വാസ വീഴ്ച കളക്ടറുടെ വ്യക്തിപരമായ ബാധ്യതയായി കണ്ട് അച്ചടക്ക നടപടി എടുക്കുമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.
ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ ദുരന്ത നിവാരണ വിഭാഗം വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് കടുത്ത ഭാഷയിൽ കത്തയച്ചു. ദുരന്തബാധിത കുടുംബങ്ങളുടെ വായ്പാ ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കുന്നതിൽ വരുത്തിയ കാലതാമസത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് മെയ് 13-നാണ് അഡീഷണൽ സെക്രട്ടറി ബിന്ദു സി പരുഷമായ ഭാഷയിൽ ഈ കത്തയച്ചത്. ജില്ലാ ഭരണകൂടം തന്നെ ആദ്യം നിർദ്ദേശിക്കുകയും മന്ത്രിസഭയുടെ അംഗീകാരത്തിന് അടിസ്ഥാനമാകുകയും ചെയ്ത അതേ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗുണഭോക്താക്കളുടെ വിവരങ്ങളെക്കുറിച്ചും വീണ്ടും എന്തിനാണ് വ്യക്തത തേടുന്നത് എന്നായിരുന്നു കത്തിലെ ചോദ്യം. ജനുവരി 29-ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അനുവദിച്ച തുക 5 മാസം കഴിഞ്ഞിട്ടും ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കത്തിൽ ചോദിക്കുന്നു. ഒരു വനിതാ കളക്ടറോട് സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി ഉപയോഗിച്ച ഈ പരുഷമായ ഭാഷ സിവിൽ സർവീസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കളക്ടറോട് ബിന്ദു വർഗീസിനുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കത്തിന് പിന്നിലെന്നും ചീഫ് സെക്രട്ടറി ബിന്ദുവിന്റെ പക്ഷം പിടിച്ചതോടെ കളക്ടർ പൂർണ്ണമായി ഒറ്റപ്പെട്ടതായും മേഘശ്രീയോടടുത്ത വൃത്തങ്ങൾ ആരോപിക്കുന്നു. എന്നാൽ താൻ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതല്ല എന്നും കണക്കെടുപ്പുകൾ പൂർത്തിയായതിനു ശേഷം മാത്രം എല്ലാവർക്കും തുല്യമായി നീതി ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കാനിരുന്നത് എന്ന് മേഘശ്രീ പറയുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ തലയിൽ എല്ലാം കെട്ടിവെക്കാൻ നോക്കുന്ന ഈ കാലതാമസത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ചുവപ്പ് നാടകളും ട്രഷറി നിയന്ത്രണങ്ങളുമാണെന്ന് ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ലഭ്യമായ സെക്രട്ടേറിയറ്റിലെ ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം പരിശോധിച്ചപ്പോഴാണ് ചീഫ് സെക്രട്ടറിയുടെയും കൂട്ടരുടെയും കള്ളത്തരം പുറത്തായത്. ഫണ്ട് വിതരണത്തിന് ആധാരമായ പ്രധാന ഫയൽ മാർച്ച് 15 മുതൽ മെയ് 6 വരെ സെക്രട്ടേറിയറ്റിലെ ദുരന്ത നിവാരണ വകുപ്പിനുള്ളിൽ തന്നെയാണ് വിവിധ സെക്ഷനുകളിലായി കറങ്ങി തിരിഞ്ഞുകൊണ്ടിരുന്നത്. കത്തയച്ച ബിന്ദു വർഗീസും വകുപ്പ് സെക്രട്ടറി രാജമാണിക്യവും ചീഫ് സെക്രട്ടറി ജയതിലകും കൈകാര്യം ചെയ്ത വകുപ്പിൽ മാസങ്ങളോളം ഈ ഫയൽ പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു എന്ന് ഡിജിറ്റൽ ട്രാക്കിംഗ് സിസ്റ്റം വ്യക്തമായി കാണിക്കുന്നു. അതായത് ജയതിലകിന്റെയും കൂട്ടരുടെയും പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ദുരന്ത ബാധിതർക്ക് കിട്ടേണ്ട തുക കിട്ടാൻ വൈകിയത് എന്നുള്ളതാണ് വ്യക്തം. അത് നല്ല പച്ചയ്ക്ക് മേഘശ്രീ തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയതിലകിനെ പേടിക്കാനും കൂടെയുള്ള ശിങ്കിടികളെ പേടിക്കാനും ഒന്നും മേഘശ്രീ നിന്നില്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഇരകൾക്കുള്ള ഉപജീവന സഹായത്തിനായി നേരത്തെ അനുവദിച്ച തുക യഥാസമയം ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ കഴിയാത്തതിനാൽ സാമ്പത്തിക വർഷാവസാനത്തോടെ ലാപ്സ് ആയതായി ഏപ്രിൽ 17-ന് ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി കെ ബിജു പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഉപജീവന സഹായത്തിനായി ആദ്യം 6 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത്. ഇതിൽ 3.19 കോടി രൂപ ഏപ്രിൽ ജൂൺ 2026 കാലയളവിലേക്കുള്ളതായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ തുക വയനാട് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഫണ്ട് തനിയെ ലാപ്സ് ആവുകയായിരുന്നു. തുടർന്ന് ദുരന്ത ബാധിതർക്ക് ഉപജീവന സഹായം തുടരുന്നതിനായി 3.19 കോടി രൂപ സർക്കാർ വീണ്ടും അനുവദിക്കേണ്ടി വന്നു. വർഷാവസാനത്തെ സാമ്പത്തിക ക്ലോസിംഗുമായി ബന്ധപ്പെട്ട കടുത്ത ട്രഷറി നിയന്ത്രണങ്ങളാണ് ഫണ്ട് കൈമാറ്റത്തെ ബാധിച്ചതെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വയനാട് കളക്ടറെ ഏപ്രിൽ 18-ന് അറിയിച്ചിരുന്നു. ഇതോടെ കളക്ടർക്ക് വീഴ്ച പറ്റിയെന്ന ചീഫ് സെക്രട്ടറിയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയായിരുന്നു. സ്വന്തം വകുപ്പിൽ ഫയലുകൾ മാസങ്ങളോളം വെച്ച് താമസിപ്പിക്കുകയും ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം തുക ലാപ്സ് ആകുകയും ചെയ്തതിന് വനിതാ കളക്ടറെ ബലിയാടാക്കാനായിരുന്നു ഉന്നതർ ശ്രമിച്ചത്. അതായത് ഉന്നതർ എന്ന് പറയുമ്പോൾ ജയതിലകിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് മറച്ചു വെക്കുന്നതിന് വേണ്ടി വനിതാ കളക്ടറെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ച് ബലിയാടാക്കാനും അധിക്ഷേപിക്കാനുമുള്ള നീക്കമാണ് നടന്നത്. പക്ഷേ മേഘശ്രീ കൃത്യമായി എല്ലാത്തിനും മറുപടി കൊടുത്തു. ഇതോടെ ജയതിലകിന്റെയും കൂട്ടരുടെയും വായടഞ്ഞു പോകുകയായിരുന്നു. പിടിപ്പുകേട് നിങ്ങൾക്കാണ് സംഭവിച്ചതെന്ന് മേഘശ്രീ പച്ചയ്ക്ക് പറഞ്ഞു. സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയും അവർ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ശത്രുപക്ഷത്ത് കാണുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട മനോഭാവത്തിനുടമയായി ജയതിലക് മാറി എന്നുള്ളത് കൂട്ടത്തിലുള്ളവർ പോലും വിമർശിക്കുന്ന കാര്യമാണ്. മേഘശ്രീയോടുള്ള ബിന്ദു വർഗീസിന്റെ വ്യക്തി വൈരാഗ്യമാണ് അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടിക്ക് കാരണമെന്ന് കളക്ടറോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ജയതിലകിന്റെ വിചിത്രമായ സ്വഭാവങ്ങൾ കാരണം ഒപ്പം ജോലി ചെയ്യുന്നവർ പോലും കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട്.
IAS അസോസിയേഷൻ മീറ്റിംഗ് കൂടി ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രമേയം പാസ്സാക്കണം എന്നും ഇപ്പോൾ ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നുണ്ട്. ജയതിലകിന് സ്ഥാനമാനങ്ങളോട് വലിയ താല്പര്യമാണ്. പിണറായി വിജയന്റെ കാലത്ത് ഉന്നത പദവികളിൽ എത്താനൊക്കെയുള്ള വലിയ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും അധികാരം കിട്ടുമെന്നും താൻ സേഫ് സോണിലാണ് എന്നൊക്കെയായിരുന്നു ജയതിലക് കണക്ക് കൂട്ടിയത്. ജനങ്ങൾ എല്ലാം കൂടി വലിച്ചങ്ങ് കീറി കയ്യിൽ കൊടുക്കുകയായിരുന്നു. കിഫ്ബി തലപ്പത്തും നോട്ടമിട്ടിരുന്നു ജയതിലക്. റിട്ടയർമെന്റിന് തൊട്ടു മുൻപ് കിഫ്ബിയുടെ തലപ്പത്തെത്താൻ ചീഫ് സെക്രട്ടറി കരുക്കൾ നീക്കുന്നതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ ഇപ്പോൾ പുകഞ്ഞു പുറത്തേക്ക് വരുന്നത്. KM എബ്രഹാം ഒഴിഞ്ഞുവെച്ച കിഫ്ബിയിലെ കസേരയിൽ വിരമിച്ച ശേഷം ഇരിക്കാനായിരുന്നു ജയതിലകിന്റെ ശ്രമം. അതേസമയം വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് കസേര നൽകിയ മുൻ പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെ വിമർശനം ഉയർത്തിയ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. അതുകൊണ്ട് സതീശന് ജയതിലകിനോടും അത്രയ്ക്ക് താല്പര്യക്കുറവുണ്ട്. ഇതിനിടെയാണ് IAS ഉദ്യോഗസ്ഥരെ തമ്മിലടിപ്പിക്കുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന ചീഫ് സെക്രട്ടറിയുടെ ഈ അഹങ്കാരത്തിനെതിരെ മുഖ്യമന്ത്രി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. ഈ അതൃപ്തി നടപടികളിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പിണറായി വിജയൻ സർക്കാരുമായി യോജിച്ചു പോകാതിരുന്നതിന് നടപടി നേരിട്ട അശോകിനെയും പ്രശാന്തിനെയും തിരിച്ചെടുത്ത് LDF സർക്കാരിന്റെ ഒരു നടപടി കൂടി തിരുത്തിയിരിക്കുകയാണ് UDF. വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം കൃത്യമായ ഉദ്യോഗസ്ഥരെ, അതായത് നല്ല ഉദ്യോഗസ്ഥരെ, സത്യസന്ധരായവരെ തിരികെ എടുത്ത് മാതൃക കാണിക്കുന്നുണ്ട് ഈ സർക്കാർ. പ്രശാന്തിനോടും അശോകിനോടും വല്ലാത്ത പകയായിരുന്നു ജയതിലകിനുണ്ടായിരുന്നത്. ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് ഉന്നതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പ്രശാന്തിന്റെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഉന്നതിയുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ കാണാനില്ല എന്ന് ജയതിലക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതാണ് പ്രശാന്തിനെ ചൊടിപ്പിച്ചത്. ഇതിന് പിന്നാലെ ജയതിലകിനെ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ച് പ്രശാന്ത് പോസ്റ്റ് ഇട്ടു. ജയതിലകിനെ മാടമ്പി എന്ന് അധിക്ഷേപിച്ചായിരുന്നു ഈ പോസ്റ്റ്. ഇതിനെ തുടർന്ന് സസ്പെൻഷനിലായ പ്രശാന്ത് ജയതിലകിനെതിരായ പോരാട്ടം സമൂഹ മാധ്യമത്തിൽ തുടരുകയായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനെ തുടർന്ന് സസ്പെൻഷൻ വീണ്ടും നീട്ടുകയായിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ ട്രാൻസ്ഫറിനെതിരെ നിയമപരമായ പോരാട്ടത്തിനിറങ്ങിയാണ് അശോക് പിണറായി സർക്കാരുമായി തെറ്റുന്നത്. സർക്കാർ നയങ്ങളെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റിയും വിമർശിച്ചതിനാണ് അശോക് നടപടി നേരിട്ടത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കടന്നാക്രമിച്ചും ഭരണപരമായ വീഴ്ചകൾ തുറന്നു പറഞ്ഞുമായിരുന്നു സസ്പെൻഷൻ ഉത്തരവിനെതിരെ അശോക് പ്രത്യാക്രമണം നടത്തിയത്. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവിന് വില കൽപ്പിക്കുന്നില്ല എന്നും ചവറ്റുകുട്ടയിൽ പോകുമെന്നും അശോക് തുറന്നു പറഞ്ഞിരുന്നു. വിലയില്ലാത്ത ഉത്തരവിനെതിരെ കോടതിയിൽ പോവില്ലെന്ന് നിലപാടെടുത്ത അശോക് തിരികെ എത്തുന്നത് ജയതിലകിന് മാത്രമല്ല പിണറായിക്കും ക്ഷീണമാണ്. KM എബ്രഹാം നയിക്കുന്ന ഉദ്യോഗസ്ഥ കോക്കസ് നവംബർ മുതൽ തുടർ ഭരണത്തിന് ശ്രമിക്കുകയാണെന്നും KM എബ്രഹാം മന്ത്രിമാരെ പോലും നിയന്ത്രിക്കുന്ന ബാഹ്യ അധികാര കേന്ദ്രമാണെന്നും അശോക് തുറന്നടിച്ചിരുന്നു. ഇതുകൂടാതെ വയനാട് പുനരധിവാസത്തിലും ടൗൺഷിപ്പ് നിർമ്മാണത്തിലും വലിയ ക്രമക്കേടാണ് നടന്നത് എന്നും അശോക് വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. അതെല്ലാം പിണറായി സർക്കാരിന്റെ അന്നത്തെ സർക്കാരിനെ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നതായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ, അതായത് പിണറായിക്കെതിരെ വിരൽ ചൂണ്ടിയവരെയും ജയതിലകിനെ എതിർത്തവരെയും ഒക്കെയാണ് ഇങ്ങനെ പ്രതികാര മനോഭാവത്തിൽ ചവിട്ടി പുറത്തേക്കിട്ടത്. പക്ഷേ ഒടുക്കം ഈ കൂട്ടരെല്ലാം കൂടിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. പിണറായിക്ക് ആദ്യം തന്നെ പുറത്തേക്കുള്ള കാർഡ് ജനങ്ങൾ കൊടുത്തു. ഇനി ജയതിലകിന് മുൻപിൽ 1 മാസം കൂടിയാണ്. ആ 1 മാസം കഴിഞ്ഞ് വിരമിച്ചു കഴിഞ്ഞും വേറെ ഏതെങ്കിലും ഒരു തലപ്പത്തെത്താം എന്നൊക്കെ ഉള്ള വലിയ വ്യാമോഹമായിരുന്നു ജയതിലകിനുണ്ടായിരുന്നത്. എല്ലാം ഇപ്പോൾ അടപടലം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.